2026 ആപ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വർഷമാണ്. കാരണം ബ്രാൻഡ് ന്യൂ ലാർജ് ലാംഗ്വേജ് മോഡലിലുള്ള സിറി അതിനെ പിന്നീട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. iOS 18 ആയിക്കോട്ടെ, പിന്നീട് വന്ന iOS 26 നമ്മൾ കണ്ടിട്ടില്ല. അതോടൊപ്പം ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്നതിലേക്ക് ആപ്പിളിൻ്റെ പുതിയൊരു ചുവടുവെപ്പ്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് 2026 ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ പ്രോഡക്റ്റുകളുടെ സകല പ്ലാനിങ് വിത്ത് ടൈം ലൈനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ദിസ് ഇസ് മിലൻ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം തന്നെ ആപ്പിൾ 2024 ജൂണിൽ WWDC ഇവൻറ്റിൽ വെച്ച് പ്രഖ്യാപിച്ചിരുന്ന അവരുടെ ന്യൂ AI ബേസ്ഡ് ആയിട്ടുള്ള സിറി അതെവിടെ എന്നുള്ള ചോദ്യത്തിന് താമസിക്കാതെ ഒരു ഉത്തരം, ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരം ആപ്പിളിന് തരാൻ സാധിക്കും iOS 26.4 അപ്ഡേറ്റിലൂടെ. അതിൽ വളരെ റീസെൻ്റ്ലി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കാൻ ചാൻസ് ഉള്ളൊരു അപ്ഡേറ്റ് ആണ്. ഗൂഗിളിൻ്റെ ജെമിനി ഇൻ്റഗ്രേഷൻ സിറിയിലേക്ക് വരാൻ പോകുന്നു. അതായത് ഈ ഒരു അപ്ഡേറ്റിലൂടെ സിറിയിൽ വരാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണൽ കോണ്ടെക്സ്റ്റ്, അതായത് നമുക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചാറ്റോ അതിലെ മെയിലോ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് എടുത്തൊരു ഫോട്ടോയോ അത് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് സിറിയോട് ചോദിക്കാനും അതിനെ ബേസ് ചെയ്തുള്ള കൃത്യമായിട്ടുള്ള റിസൾട്ട് സിറി ഉപയോഗിച്ച് നമുക്ക് ലഭിക്കാനും ഉള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ ഫങ്ഷനാലിറ്റിയാണ് പേഴ്സണൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. 2 ഓൺ സ്ക്രീൻ അവയർനെസ്, അതായത് ആ ഡിവൈസിൻ്റെ സ്ക്രീനിൽ അപ്പം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻസോ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ഓൺ സ്ക്രീൻ അവയർനെസ്. 3 ഡീപ്പ് ആപ്പ് ഇൻ്റഗ്രേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുത്തു, എന്നിട്ട് സിറിയോട് പറയുവാണ് ഈ ഫോട്ടോ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന വ്യക്തിക്ക് എയർ ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് മെയിൽ ചെയ്യുക, വാട്സാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സിറി തന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. ഇതാണ് ഡീപ്പ് ആപ്പ് ഇൻ്റഗ്രേഷൻ. ഇങ്ങനെ 3 ഫീച്ചേഴ്സ്, കീ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന. ഇതൊരു തുടക്കം എന്നുള്ള രീതിയിലാണ്. കാരണം വരാൻ പോകുന്ന ജൂണിൽ WWDC ഇവൻറ്റിൽ iOS 27 റിലീസ് ചെയ്യുമ്പോൾ പുതിയ ലാർജ് ലാംഗ്വേജ് മോഡലുള്ള സിറിയും അതിൻ്റെ പുതിയ കുറേ ഫീച്ചേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇത് 2026 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ടൈമിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പരമായിട്ടുള്ളൊരു ഫീച്ചർ അല്ലെങ്കിൽ ചേഞ്ചാണ്. ഇനി ഹാർഡ്വെയർ ലെവലിലേക്ക് പോകുമ്പോൾ ഈ വർഷം ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആപ്പിളിൻ്റെ ലോ കോസ്റ്റ് ഐഫോണാണ്. അതായത് iPhone 17e. ഇപ്പോൾ കറൻ്റ് ഉള്ള 16eയുടെ സക്സസറായിട്ട് വരാൻ പോകുന്നതാണ് 17e. ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈൻ ചേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ഷാസിയുടെ ഡിസൈൻ അല്ല, ഫ്രണ്ടിലെ നോച്ച് മാറി ഡൈനാമിക് ആലൻ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാക്സിഫ്, ഇപ്പോൾ കറൻ്റ് 16eയിൽ മാക്സിഫ് സപ്പോർട്ടില്ല. സോ മാക്സിഫ് ഇൻ്റഗ്രേഷൻ, ബെറ്റർ ആൻഡ് ലാർജ് ബാറ്ററി, സീംലെസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച്, ഇങ്ങനെ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന 17e എന്ന് പറയുന്ന ലോ കോസ്റ്റ് ലോ ബഡ്ജറ്റ് ഐഫോണിലേക്ക് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ഈ വർഷം തുടക്കത്തിൽ വരുന്ന ഒരു ഐഫോൺ ഇൻട്രൊഡക്ഷനാണ്. പിന്നെ നമ്മൾ കാണുന്ന പുതിയ ഈ വർഷത്തെ ഐഫോൺ എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്. എല്ലാ വർഷത്തെ പോലെ തന്നെ പുതിയ iPhone 18 സീരീസ്. പക്ഷേ ഈ വർഷത്തെ iPhone 18 സീരീസിൽ അല്ലെങ്കിൽ ആ ലൈനപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. നോർമലി നമ്മൾ കാണുന്ന നോർമൽ ബേസ് മോഡൽ iPhone 18 കാണത്തില്ല. അതിന് പകരം പുതിയ 2 പ്രോഡക്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. യൂഷ്വലി കാണുന്ന പ്രോ സീരീസ് 18 Pro ആൻഡ് Pro Max അത് കാണും. അത് ഇപ്പം നിലവിൽ iPhone 17 പ്രോയ്ക്ക് എന്ത് ഡിസൈനാണോ അതേ സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും പ്രോ സീരീസിൽ കാണാൻ പോകുന്നത്. ഒപ്പം വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ആപ്പിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അവരുടെ 2 നാനോമീറ്റർ ചിപ്സെറ്റ് iPhone 18 Pro സീരീസിലായിരിക്കും. സോ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കഴിഞ്ഞ 3-4 സീരീസ് എടുത്ത് നോക്കിയാൽ 3 നാനോമീറ്റർ ആയിരുന്നു അതിൻ്റെ വേഫർ സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 നാനോമീറ്റർ സീരീസിലുള്ള ചിപ്സെറ്റിലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഷ്രിങ്ക് ഡൗൺ ചെയ്ത 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആദ്യമായിട്ട് വരാൻ പോകുന്നത് 18 Pro സീരീസിലായിരിക്കും. A20 Pro അല്ലെങ്കിൽ A20 എന്നുള്ള പേരിലായിരിക്കും അതറിയപ്പെടാനും പോകുന്നത്. പുതിയ വരുന്ന ചിപ്സെറ്റ് 2 നാനോമീറ്റർ ആണ് എന്നതിൽ ഉപരി വരാൻ പോകുന്ന മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാക്കിങ്ങിലാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ചിപ്പുകളുടെ ഡിസൈൻ എന്ന് പറയുന്നത് അതിൽ CPU, GPU, ഇതിൻ്റെ ന്യൂറൽ എഞ്ചിൻ ഇതെല്ലാം ഒരുമിച്ച് ഒരൊറ്റ സിംഗിൾ ഡയലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ റാം സെപ്പറേറ്റഡ് ആണ്. എന്നാൽ പുതിയ വരാൻ പോകുന്ന ഈ 2 നാനോമീറ്റർ ചിപ്സെറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളും ഇൻക്ലൂഡിങ് റാമും കൂടെ ഒരുമിച്ച് ഒരു സിംഗിൾ ഡയലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പെർഫോമൻസ് നല്ല രീതിയിൽ, ലേറ്റൻസിനെ ഈ ഡാറ്റ ട്രാൻസ്ഫറിങ് ലേറ്റൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഈ ബാറ്ററിയുടെ കൺസപ്ഷൻ കുറയ്ക്കാൻ സാധിക്കും. അതിലൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ബാറ്ററി ലൈഫ് നമുക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നു. പ്രോ മോഡൽസിനോടൊപ്പം തന്നെ വരുന്ന മറ്റു 2 മോഡൽസാണ് പുതിയ iPhone Air 2nd ജനറേഷൻ ആൻഡ് ഫോൾഡബിൾ iPhone. സോ ഫോർ ദ ഫസ്റ്റ് ടൈം ആപ്പിൾ ഇൻട്രൊഡ്യൂസിങ് ദ ഫോൾഡബിൾ iPhone. ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് അല്ലെങ്കിൽ സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് ആപ്പിൾ പറയാൻ പോകുന്നൊരു കാര്യം ഇതിൻ്റെ ക്രീസിംഗ് ആണ്. അതായത് ഫോൾഡബിൾ ഫോണുകൾ പൊതുവെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം സെൻറ്ററിൽ കൂടെ ഒരു ക്രീസിങ് പോകുന്ന കാണാൻ സാധിക്കും, ഒരു വെട്ട് പോലെ. കാരണം ആ ഡിസ്പ്ലേ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രീസിങ് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ഫോൾഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ആപ്പിളിൻ്റെ ഫോൾഡബിൾ ഫോണിലായിരിക്കും ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ക്രീസിങ് ഇല്ലാത്ത, ലിറ്ററലി
നമുക്ക് ഐപാഡ് ഉപയോഗിക്കുമ്പം എങ്ങനെയാണോ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നത് അതേപോലത്തെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും, അല്ലെങ്കിൽ ക്രീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഫോൾഡബിൾ ഐഫോണിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഐപാഡ് എയർ ലൈക്ക് ഡിസൈൻ ആയിരിക്കും, അതായത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഒരു ഐപാഡ് ലൈക്ക് ഡിസൈൻ ഒക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അത്രയും 5.5 mm തിക്നെസ് ഒക്കെ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. ആൻഡ് ഇന്റേണലി ഐഫോൺ 18 Pro സീരീസിൽ വന്ന പോലത്തെ സിമിലർ ആയിട്ടുള്ള A20 എന്ന് പറയുന്ന 2nm ചിപ്സെറ്റും കാര്യങ്ങളും എല്ലാം തന്നെ ആയിരിക്കും ഇന്റേണലിയും കൊടുക്കാൻ പോകുന്നത്. 3 സെക്കൻഡ് ജനറേഷൻ ഐഫോൺ എയർ. സോ എയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ലിറ്ററലി യാതൊരു ഡിഫറൻസും ഈ ലുക്കിൽ നിന്ന് വരുന്നില്ല. ആകെ വരാൻ പോകുന്ന 3 മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് എക്സ്ട്രാ ഒരു ക്യാമറയും കൂടെ. ഇപ്പം നിലവിൽ സിംഗിൾ ലെൻസ് ക്യാമറയാണ്, അത് മാറി ഡ്യുവൽ ലെൻസ് ക്യാമറ വരുന്നു. അതോടൊപ്പം സ്റ്റേരിയോ സ്പീക്കേഴ്സ് ആൻഡ് സ്ലൈറ്റ്ലി ലാർജർ ബാറ്ററിയും കൂടെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്ര മാറ്റങ്ങളാണ് ഈ ഒരു ഐഫോൺ ലൈനപ്പിൽ ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് നടക്കുന്നത് സെപ്റ്റംബറിലാണ്. ഏർലി മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആ ടൈം ഫ്രെയിമിൽ മറ്റു കുറച്ച് പ്രോഡക്റ്റുകൾ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഐപാഡും പുതിയ മാക്കുകളും. കാരണം ഓൾറെഡി കഴിഞ്ഞ വർഷം ആപ്പിൾ M5 MacBook Pro ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് മാക്ബുക്ക് M5 Proയോ M5 Ultra Max ആ ചിപ്സെറ്റ് വരുന്ന മാക്ബുക്കുകളൊന്നും പിന്നീട് റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ഫ്രെയിമിനിടയിൽ നമുക്ക് പുതിയ ഐപാഡുകൾ, പ്രധാനമായിട്ടും 8th ജനറേഷൻ ഐപാഡ് മിനി, ഇപ്പോൾ ഉള്ള ആ ഒരു ഡിസൈനിൽ നിന്ന് മാറി കുറേയും കൂടെ സ്ലിമ്മർ ആയിട്ടുള്ള ഒരു ഐ ഫീൽ ലൈക്ക് ഐപാഡ് പ്രോ ലൈക്ക് ഡിസൈൻ വരുന്ന ഒരു ഐപാഡ് മിനി വിത്ത് OLED ഡിസ്പ്ലേ. സോ നിലവിലുള്ള LCD പാനൽ മാറി ഒരു OLED ഡിസ്പ്ലേയും ആപ്പിൾ കൊണ്ടുവരുന്നു. ഡിസൈനിലും ഡിസ്പ്ലേയിലുമാണ് ചേഞ്ച് വരുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ചിപ്സെറ്റും മിക്കവാറും A19 Pro ചിപ്സെറ്റ് ആയിരിക്കും ഇതിലും കൊടുക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റ് ഐപാഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് മോഡൽ ഐപാഡാണ്. അതായത് 12th ജനറേഷൻ ഐപാഡ്. നിലവിലുള്ള 11th ജനറേഷൻ ഐപാഡ് പോലെ തന്നെ ഡിസൈനിൽ യാതൊരു മാറ്റമില്ല, ലുക്കും ഫീലും എല്ലാം അത് തന്നെ. പക്ഷേ ഇൻറ്റേർണലി വലിയൊരു മാറ്റമാണ്. നിലവിലും A17 എന്ന് പറയുന്ന പഴയ ചിപ്സെറ്റാണ് ഇപ്പോൾ ഉള്ള 11th ജനറേഷൻ ഐപാഡിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ 12th ജനറേഷനിലേക്ക് വരുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 17 സീരീസിലുള്ള A19 ചിപ്സെറ്റ് ആയിരിക്കും 12th ജനറേഷൻ ബേസ് മോഡൽ ഐപാഡിൽ കൊടുക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട്, അതോടൊപ്പം ഫാസ്റ്റർ ഡേറ്റ ട്രാൻസ്ഫറിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് ഫീച്ചേഴ്സ് എല്ലാം നിറഞ്ഞിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചീപ്പർ ആയിട്ടുള്ള കോസ്റ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐപാഡ് ആയിരിക്കും പുതിയ വരാൻ പോകുന്ന 12th ജനറേഷൻ ഐപാഡ്. പിന്നെ വരുന്ന മാറ്റം ഐപാഡ് എയറിലാണ്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഉള്ളത് M3 ആണ്. അതിൽ നിന്ന് മാറി M4ലേക്കുള്ള ചിപ്പ് അപ്ഗ്രേഡ് മാത്രമാണ് അതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു റേഞ്ച് ഓഫ് പ്രൊഡക്റ്റാണ് മാക്. ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം M5 ബേസ് ചെയ്തിട്ടുള്ള ഒരു മാക്ബുക്ക് പ്രോ, ബേസ് മോഡൽ മാക്ബുക്ക് പ്രോ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം അതിൻ്റെ പ്രോ ചിപ്പുകൾ വരുന്ന M5 Pro, M5 Max ചിപ്പ് സെറ്റുകളിൽ വരുന്ന മാക്ബുക്ക് പ്രോ 14 ഇഞ്ചും അതോടൊപ്പം 16 ഇഞ്ച് മാക്ബുക്ക് പ്രോ, ഒപ്പം M5 Mac മിനിയും iMacഉം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ വർഷത്തെ മാക് ലൈനപ്പിലെ മോസ്റ്റ് അട്രാക്റ്റീവ് മാക്, അല്ലെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആണ് നിങ്ങളെങ്കിൽ, ഒരു വിൻഡോസ് യൂസർ ആണ് നിങ്ങൾ, പക്ഷേ നിങ്ങൾക്ക് മാക് ഒന്ന് പരീക്ഷിക്കണം, അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയണം, അത് മാക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്നൊരു അവസരമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം നിലവിൽ ദ ബേസിക് അല്ലെങ്കിൽ ദ ലോ എൻഡ് മാക് എന്ന് പറയുന്നത് മാക്ബുക്ക് എയർ ആണ്. എന്നാൽ അതിന് താഴെ ഒരു മാക്കും കൂടെ വരുവാണ്, ദ ചീപ്പർ വേർഷൻ ഓഫ് മാക്, അതായത് മാക്ബുക്ക് എന്നുള്ളത്. അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഐഫോണിലുള്ള A19 പ്രോസസ്സർ അല്ലെങ്കിൽ A19 Pro പ്രോസസ്സർ വരുന്ന ചിപ്സെറ്റോട് കൂടെ വരുന്ന ഒരു മാക്ബുക്ക്. ഇതിൻ്റെ പേര് മാക്ബുക്ക് എന്നായിരിക്കും, എയർന്നോ പ്രോ എന്നോ അങ്ങനെയൊന്നുമില്ല. സോ ഐഫോണിലും ഐപാഡിലും റൺ ചെയ്യുന്ന A സീരീസ് ചിപ്സെറ്റിൽ മാക്OS റൺ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു ലോവർ എൻഡ് വേർഷൻ മാക് ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡിസൈൻ കാര്യങ്ങളൊന്നും ഇതിൽ പ്രതീക്ഷിക്കേണ്ട. 13 ഇഞ്ച് ബെസലോടെ വരുന്ന LCD പാനലുള്ള ആ ഒരു പഴയ മാക്ബുക്ക്, ആ ഒരു ഡിസൈൻ തന്നെ ആയിരിക്കും ഇതിലും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഷാസിയിൽ ഈ ഒരു A18 അല്ലെങ്കിൽ A19 Pro ചിപ്സെറ്റ് വരുന്ന ആ ഒരു മാക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന ഹോം ആക്സസറീസ് ആണ്. അതിൽ പ്രത്യേകിച്ചും പുതിയൊരു ഹോം ആക്സസറി, ഹോം ഹബ്ബ്. സോ ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഇത് പ്യുവർലി ഒരു സെപ്പറേറ്റ് OS ആണ് ഇതിന് റൺ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ആപ്പ് സ്റ്റോറോ കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല. പക്ഷേ ഇതിന് ബിൽറ്റിൻ ആയിട്ടുള്ള കുറച്ച് വിജിറ്റുകളും ഹോം ആക്സസറീസ് കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണും. പ്ലസ് ആപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ പുതിയ സിറിയുടെ ഇൻ്റഗ്രേഷനും ഇതിൽ ലഭിക്കും. അങ്ങനെ ഈ ആക്സസറീസിനെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഹബ് സിസ്റ്റം ആയിരിക്കും ഈ ഒരു ഡിവൈസ്. പിന്നെ വരുന്നത് നമുക്കറിയാവുന്ന പോലെ പുതിയ ആപ്പിളിൻ്റെ TV, ആപ്പിൾ TV 4K, അതിൽ A18 ചിപ്സെറ്റ് വരുന്നുണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ജനറേഷൻ ഗെയിമും അതോടൊപ്പം ആപ്പിൾ ഇൻ്റലിജൻസും യൂസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും. ഒപ്പം പുതിയ സെക്കൻഡ് ജനറേഷൻ ഹോം പോഡ് മിനിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത
ആപ്പിൾ വാച്ചിലെല്ലാം കാണുന്ന പോലത്തെ എസ് സീരീസ് ചിപ്സെറ്റ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുന്ന. പുതിയ കുറച്ച് ഫണ്ണായിട്ടുള്ള കളേഴ്സ് ആൻഡ് ഡിസൈനിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ബെറ്റർ ആയിട്ടുള്ളൊരു ഓഡിയോ ഔട്ട്പുട്ട് ലഭിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇത്രയധികം പ്രോഡക്റ്റുകളാണ് ഇതിൽ. പുതുതും പഴയതും ചെറിയ ചെറിയ അപ്ഗ്രേഡോടെ വരുന്ന കുറേയധികം പ്രോഡക്റ്റുകളുണ്ട്. എന്തായാലും 2026 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇത്രയധികം പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Till then, peace.